ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വിൻറ്റേജ് ഫീൽസ് TNK. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ദിസ് ഇസ് രാജ്ദൂത് GTS 175. ഇത് വന്നിട്ട് 1970s വണ്ടിയാണ്. ആക്ച്വലി ഇതിവർ ഫസ്റ്റ് മാർക്കറ്റിൽ ഇത് കൊണ്ടുവന്നപ്പോൾ അത്ര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ വണ്ടിക്ക്. പിന്നെ ബോളിവുഡ് മൂവി, ഋഷി കപൂറിൻ്റെ ഒരു ബോളിവുഡ് മൂവി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിന് റീച്ച് കിട്ടാൻ തുടങ്ങിയത്. റീച്ച് കിട്ടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ സൈസാണ്. ആക്ച്വലി ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മങ്കി ബൈക്കാണ്. മങ്കി ബൈക്ക് മീൻസ് ഇറ്റ്സ് സോ സ്മോൾ, ചെറുത്. ആ മൂവിക്ക് ശേഷമാണ് ഇതിന് ബോബി എന്ന് പേര് വന്നത്. വിൻറ്റേജ് വെഹിക്കിൾ ഷോസൊക്കെ നടക്കാറില്ലേ, അതിൽ ഇതൊരു മസ്റ്റ് വണ്ടിയാണ്. ശരിക്കും ഞങ്ങളിത് പുറത്തിറക്കുമ്പോൾ ഇതൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടുന്ന ഒരു മസ്റ്റ് വണ്ടിയാണിത്. കൂടുതൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കീ ഹോളാണ്. ജസ്റ്റ് ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ആണി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഇതിൽ തന്നെയാണ്, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ. സോ അടുത്തത് ഇതിൻ്റെ ഗിയറും പിന്നെ കിക്കറും രണ്ടും സെയിം സൈഡാണ്, ലെഫ്റ്റ് സൈഡ്. സോ ഞാനത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആകെ 3 ഗിയറേ ഉള്ളൂ. ഫസ്റ്റ് ഗിയർ താഴോട്ട്, പിന്നെ 2 ഗിയർ മുകളിലോട്ട്. സോ ഇതാണ് ഇതിൻ്റെ ഗിയർ ആൻഡ് കിക്കറിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് വന്ന് പെട്രോൾ ഫിൽറ്റർ. ഇത് ഈ വണ്ടിക്ക് മാത്രമല്ല, നമുക്ക് ഏത് വണ്ടിക്ക് വേണമെങ്കിലും ഇത് വെക്കാമെന്നുള്ളതാണ്. സോ ഇത് രാജ്ദൂത് GTS. പിന്നെ ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് പോസ്. പിന്നെ ഇത് എക്സോസ്റ്റ്, സൈലൻസർ. നമ്മുടെ കാലിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി സ്കൂട്ടേഴ്സിൽ മാത്രമേ നമുക്ക് സ്റ്റെപ്നി കാണാൻ പറ്റുള്ളൂ, പക്ഷേ ഈ ബോബിയിൽ പ്രത്യേകിച്ച് സ്റ്റെപ്നി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോബിയുടെ പെട്രോൾ ടാങ്ക്. ഇത് മോസ്റ്റ്ലി നമുക്കിതിൻ്റെ ലിഡൊക്കെ സെൻറ്റർ പാർട്ടിലേ കാണാൻ പറ്റുള്ളൂ. ഇത് റൈറ്റ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റുള്ള ലിഡാണ്. സോ ഇതാണ് ഗൈസ് ബോബിയുടെ എയർ ഫിൽറ്റർ. പിന്നെ ഇതൊരു കുഞ്ഞ് സ്റ്റോറേജ് ബോക്സ്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാമെന്നുള്ളതാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്തിരുന്നത്. ഒരു പഴയ വണ്ടിയാകുമ്പോൾ അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ വഴി പോകുമ്പോൾ ഉപകാരപ്പെടും. ഇത് സ്കൂട്ടേഴ്സിലെല്ലാം കാണും പോലത്തെ കുഞ്ഞു ടയേഴ്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കാണാൻ കുഞ്ഞനാണെങ്കിലും ഇത് അത്യാവശ്യം പവർഫുള്ളാണ്. 7.5 bhp ആണ്, 175cc എൻജിനാണ്. പിന്നെ ഇത് പെട്രോൾ മാത്രമല്ല, നമ്മൾ പെട്രോൾ ഒഴിക്കുമ്പോൾ കൂടെ ഓയിലും വേണം. 1 ലിറ്റർ പെട്രോളിന് 25 മില്ലി ഓയിലാണ് ഒഴിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മൈലേജ് നമ്മൾ നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 30 to 40 കിലോമീറ്റേഴ്സ് കിട്ടും. സോ 2 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടറാണ് വരുന്നത്. പിന്നെ ഇത് 100% ഒറിജിനൽ വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആക്ച്വലി നമ്മളിത് റെഗുലർ യൂസിന് വേണ്ടിയിട്ട് പോയിൻ്റ് സിസ്റ്റത്തിൽ നിന്നും ഇലക്ട്രോണിക്സിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. പോയിൻ്റ് ആയതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ ഈ വണ്ടി എടുക്കാതിരിക്കുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ എക്സ്ഹോസ്റ്റ് കേൾപ്പിച്ച് തരാം. സോ ഈ വണ്ടി എപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും ആദ്യം 2 പുഷ് കൊടുത്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ.
ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയത് കാരണം കുറേ ലാഗ് ഉണ്ട് എനിക്കറിയാം. ഇനി അപ്കമിങ് വീഡിയോസിൽ ഈ ലാഗൊന്നും ഇല്ലാണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കുറേ കൂടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.